ഇന്ത്യൻ ഭരണഘടനയിലെ ഷെഡ്യൂൾസ് ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾസിൽ പ്രതിപാദിക്കാത്ത അഡീഷണൽ ടേബിൾസിനെയാണ് നമ്മൾ ഷെഡ്യൂൾസ് എന്ന് പറയുക. ഒറിജിനലി 8 എണ്ണമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 12 ഷെഡ്യൂൾസ് ഉണ്ട് നമുക്ക്. ഒന്നാമത്തേൽ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പേരുകളും അവരുടെ ടെറിട്ടറിയൊക്കെയാണ് പറയുന്നത്. പ്രസിഡന്റ്, ഗവർണറിന്റെ, സ്പീക്കറുടെ ഒക്കെ പ്രിവിലേജസും അവരുടെ എലവൻസ് ഒക്കെയാണ് രണ്ടാമത്തെ സ്കെഡ്യൂളിൽ പറയുന്നത്. കേന്ദ്രമന്ത്രിമാരുടെയും MP-മാരുടെയും ഓത്ത് ആൻഡ് ഡെഫർമേഷനാണ് മൂന്നാമത്തെ സ്കെഡ്യൂൾ ഡീൽ ചെയ്യുന്നത്. രാജ്യസഭയിലേക്കുള്ള സീറ്റ് അലോക്കേഷനാണ് നാലാമത്തെ സ്കെഡ്യൂളിൽ പറയുന്നത്. സ്കെഡ്യൂൾ ഏരിയാസിന്റെയും സ്കെഡ്യൂൾ ട്രൈബ്സിന്റെയും അഡ്മിനിസ്ട്രേഷനാണ് അഞ്ചാമത്തെ സ്കെഡ്യൂൾ പറയുന്നതെങ്കിൽ ആസാം, ത്രിപുര, മേഘാലയ, മിസോറാം അവിടുത്തെ ട്രൈബൽസിന്റെ അഡ്മിനിസ്ട്രേഷനാണ് ആറാമത്തെ സ്കെഡ്യൂളിൽ പറയുന്നത്. യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ആൻഡ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്നിവ 7ാമത്തേലും ഇന്ത്യയിലെ 22 ഭാഷകളെക്കുറിച്ച് 8ാമത്തേലും ഉൾപ്പെടുത്തിയിരിക്കുന്നു. കൂറുമാറ്റ നിയമവുമായി ബന്ധപ്പെട്ട ഡിസ്ക്വാളിഫിക്കേഷനാണ് 10ാമത്തെ സ്കെഡ്യൂളിൽ പറയുന്നത്. പിന്നെ പഞ്ചായത്തുകളുടെ അധികാരങ്ങളും അവരുടെ ഉത്തരവാദിത്തങ്ങളുമാണ് 11ൽ പറയുന്നതെങ്കിൽ മുനിസിപ്പാലിറ്റി അധികാരങ്ങളും അവരുടെ ഉത്തരവാദിത്തങ്ങളാണ് 12ാമത്തെ സ്കെഡ്യൂളിൽ പറയുന്നത്.